ഹായ്, നമുക്കിതൊരു എക്സ്പെരിമെൻ്റ് ആയാലോ? നമുക്ക് ഇന്നേ സ്ട്രോബെറീസ് DNA എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു ബീക്കർ എടുക്കുന്നു, അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്യുന്നു. അത്രയും മതിയാവും, കുറച്ച് വാട്ടർ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് സോൾട്ട്. ഓക്കെ, സോൾട്ട് കുറച്ച് ആഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ്. ഞാനിത് അതിൻ്റെ ബോട്ടിലിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ആക്കി വെച്ചാൽ നമുക്കൊരു കൺവീനിയൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അതുകൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ കുറച്ച് സ്ട്രോബെറീസ് വേണം. അപ്പോൾ സ്ട്രോബെറീസ് നമ്മൾ ഇതേപോലെ ഒരു സിപ്പ് ലോക്ക് ബാഗിനകത്തേക്ക് ഇടാൻ പോവാണ്. ഇതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്രഷ് ചെയ്യുന്നു. ഓക്കെ, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സൊല്യൂഷൻ ഇതിനകത്തേക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇത് ലോക്ക് ചെയ്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യണം. മതിയാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കണം. സോ ഇതിൻ്റെ സൊല്യൂഷൻ മാത്രമായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെന്തൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നു. ഇനിയാണ് നമ്മളുടെ താരം വരുന്നത്. ആരാ? ഒത്തിരി തവണ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആയിട്ട് വന്ന ചിൽഡ് എത്തനോൾ. ചിൽഡ് എത്തനോൾ നമ്മൾ എന്തിനാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്? DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടാനാണ്. സോ ഐ ആം ആഡിങ് ചിൽഡ് എത്തനോൾ ടു ഇറ്റ്. അപ്പം നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ DNA എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരും. ഓക്കെ, അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു മെത്തേഡ് പറയുന്നുണ്ടല്ലോ NCERT-യിൽ. അതെന്തായിരുന്നു? സ്പൂളിംഗ് വഴി നമുക്ക് ഇതിനകത്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത DNA എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ടെക്സ്റ്റിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് കയ്യിലെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്?